വിവിധ ആവശ്യങ്ങൾക്കായി ദിനംപ്രതി നിരവധി പേരെത്തുന്ന മുക്കം മിനി സിവിൽ സ്റ്റേഷനിൽ ഭിന്നശേഷിക്കാരും വയോധികരും ദുരിതത്തിൽ. 2 നിലകളിലായി 5 സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ലിഫ്റ്റോ റാമ്പോ ഒരുക്കാത്തതാണ് ഇവർക്ക് ഏറെ പ്രയാസമാവുന്നത്. മുക്കം മിനി സിവിൽ സ്റ്റേഷന്റെ താഴത്തെ നിലയിൽ കൃഷിഭവനും സബ് ട്രഷറിയും, 1-ാം നിലയിൽ സബ് രജിസ്ട്രാർ ഓഫീസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം എന്നിവയാണ് പ്രവർത്തിക്കുന്നത്. സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കായി എത്തുന്ന വയോധികരും ഭിന്നശേഷിക്കാരുമാണ് ലിഫ്റ്റോ റാമ്പോ ഇല്ലാതെ ഏറെ ബുദ്ധിമുട്ടുന്നത്. പടികൾ കയറാൻ കഴിയാത്തവരെ കസേരയിലും മറ്റും ഇരുത്തി ജീവനക്കാരും ബന്ധുക്കളും മുകളിലെത്തിക്കേണ്ട സ്ഥിതിയാണ്. ചിലർ താഴെ ഏറെ നേരം കാത്തിരിക്കേണ്ടി വരികയും സബ് രജിസ്ട്രാർ താഴെയെത്തി നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ഇത് ഓഫീസിൻ്റെ സാധാരണ പ്രവർത്തനത്തെയും ബാധിക്കുകയും ചെയ്യുന്നു. പ്രായമുള്ളവർ വരുമ്പോൾ റാമ്പോ ലിഫ്റ്റോ വരികയാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും. നല്ല പ്രായമുള്ളവർക്കൊക്കെ രജിസ്റ്റർ ഓഫീസിൽ എന്തായാലും വരേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തി കിട്ടുകയാണ് എല്ലാവർക്കും നല്ലതായിരിക്കും. ഇപ്പോൾ കഴിയുന്നതും നമ്മൾ താഴെ പോയിട്ട് ആധാരം രജിസ്റ്റർ ചെയ്ത്. 2016 മുക്കം അഗസ്ത്യൻമുഴിയിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചത്. അന്നത്തെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ 10 വർഷത്തോളമായി കാര്യമായ അറ്റകുറ്റപ്പണികളോ അടിസ്ഥാന സൗകര്യ വികസനമോ ഇവിടെ നടന്നിട്ടില്ലെന്നാണ് പരാതി. കെട്ടിടത്തിൻ്റെ മുറ്റത്ത് സ്ഥാപിച്ച ഇൻ്റർലോക്ക് കട്ടകൾ പലതവണ ഇളകിപ്പോയതും നേരത്തെ വിവാദമായിരുന്നു. നിലവിൽ കെട്ടിടം ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വിഷയം MLAയുടെയും വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുമെന്ന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം P. കുട്ടിയസൻ പറഞ്ഞു. ഇതിൻ്റെ 2-ാം നിലയിൽ മുകൾ ഭാഗത്ത് രജിസ്ട്രാർ ഓഫീസ്, PWD ഓഫീസ്, അങ്ങനെ 3 ഓഫീസുകൾ നിലനിൽക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ മുക്കം സിവിൽ സ്റ്റേഷൻ. ഇതിന് നിങ്ങൾക്കറിയാം, ഇതിന് മുകളിലേക്ക് പോകണമെങ്കിൽ ഒരു 60 കഴിഞ്ഞ് ആർക്കായാലും മുകളിലേക്ക് പോകണമെങ്കിൽ കോണി കയറി പോകണം. കോണി കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. ഇന്നലെ രജിസ്ട്രേഷൻ തന്ന സമയത്താണ് ഇത് എൻ്റെ മനസ്സിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. രജിസ്ട്രാർ താഴോട്ട് വന്ന് രജിസ്റ്റർ ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഒരു ആവശ്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട MLAയുടെയും വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് അടിയന്തരമായി ഒന്നുകിൽ റാമ്പ് അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് സ്ഥാപിക്കണമെന്നാണ് എൻ്റെ ഈ ആവശ്യം. ഈ ആവശ്യം പരിപൂർണമായി അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസമുള്ളത്. ഭിന്നശേഷിക്കാർക്കും വയോധികർക്കും സർക്കാർ സേവനങ്ങൾ അനായാസം ലഭ്യമാക്കുന്നതിനായി ലിഫ്റ്റും റാമ്പും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അടിയന്തരമായി ഒരുക്കണമെന്നാണ് ജീവനക്കാരുടെയും ഇവിടെ എത്തുന്നവരുടെയും ആവശ്യം. അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണിവർ. ക്യാമറാമാരായ റഫീഖ് തോട്ടുമുക്കം, ആദർശ് തോട്ടുമുക്കം എന്നിവർക്കൊപ്പം C. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.